होली खेले तो नगलाल आयो बरसाने होली खेले ओ आयो बरसाने आयो बरसाने आयो बरसाने आयो बरसाने होली खेले तो नगलाल आयो बरसाने होली खेले होली खेले पुलिस गुरुदेव भगवान की जी महाराज जी दो शब्द कहेंगे। हाँ मलयालम भाषा में രാധേശ്യ വള്ളിയൂർ തിരുമേനി ഇന്ന് അദ്ദേഹത്തിന്റെ അനുഭവം രാസലീലയിൽ ഇവിടെ പങ്കെടുത്ത് അദ്ദേഹം അനുഭവിച്ച കാര്യം നമ്മളോട് പറയും. നമുക്കൊന്നും അത്ര അനുഭവിക്കാറായിട്ടില്ല. രാസത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനും അതിനെപ്പറ്റി എത്രയോ കാലങ്ങളായി ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കും രണ്ട് വാക്കുകളിലൂടെ. രാധേശ്യ മാർഗവും സുഖങ്ങളെ ഭക്തിയും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മറ്റ് ഒരനുഭവം ഇപ്പോൾ മാത്രമാണ് കിട്ടിയത്. ഇതിന് മുമ്പും ഇവിടെ ഉണ്ടായെങ്കിലും അന്നത്തേക്കാൾ എത്രയോ ഉപരി ഇന്നത്തെ രാത്രിയിലെയും ഹോളിയും മേഖലയായി എന്ന് പറയാതെ ഭഗവാനുള്ള ഭക്തരുടെ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒഴിക്കാൻ സാധിച്ചാൽ ഏറ്റവും സഫലമായ ജീവിതം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാഗത്തിൽ അതിങ്ങനെ പറയുന്ന ഭാഗമുണ്ട്. കഥമില്ലാരുന്നു തിരുത്താവനാണ് പിന്നെ ആനന്ദാശ്രകളെയാണ് ഭക്തിയാവിനാശയാണ്. ആദ്യത്തെ ശുദ്ധിയിൽ വേറെ ഒന്നും കൊണ്ടുമാവില്ല. യമം കൊണ്ടോ നിയമം കൊണ്ടോ പ്രമാണാമം കൊണ്ടോ ഇതുകൊണ്ടൊന്നും ശുദ്ധി പൂർണ്ണമായിട്ട് വരില്ല. ഹൃദയം കഥം ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ രോമാഞ്ചുണ്ടാകണം. ദേവതാവനാണ്. ഹൃദയം ധരിക്കണം. ചന്ദ്രന്റെ ലക്ഷ്മി എത്തി കഴിഞ്ഞാൽ ചന്ദ്രന്റെ കല്ല് ധരിക്കുന്ന പോലെ ഹൃദയം ധരിക്കണം. പിന്നെ ആനന്ദാശ്രയാണ് ഭഗവാന്റെ കൃപാളങ്ങളുള്ള ഭക്തിയുണ്ട്. കണ്ണീരണം ആനന്ദം കൊണ്ട് അങ്ങനല്ലാതെ അമ്പശരണത്തിന് എങ്ങനെയാണ് ബുദ്ധി വരിക എന്നാണ് ഭാഗവതത്തിൽ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു തുള്ളി കണ്ണീരെങ്കിലും അവരാണ് സ്ഥാപിച്ചത്. എന്റെ എന്നും
സഫലമായി എന്നാണ് എന്റെ വിശ്വാസം. അതിന് സംഗതിയാവട്ടെ, അത് ഇവരൊക്കെയും ഭഗവാന്റെ അടുത്തുള്ള ആളുകളാണ്. ഈ പാലലീല നിർവഹിച്ചിട്ടുള്ള ആളുകൾ. അവരുടെയൊക്കെയും അനുഗ്രഹം ഉണ്ടാവാൻ ഞാൻ വളരെയധികം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. വന്ദേ വൃന്ദാവനപ്രേണം പാദരീണം അഭീക്ഷ എന്ന് വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. പ്രശ്നീന പ്രവരമന്ത്രി, യാദവന്മാരുടെ മുഖ്യമന്ത്രിയാണ്. ശ്രീകൃഷ്ണന്റെ ഉത്തമ പ്രയോജനാണ്. ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയിലേക്ക് പോയാണ് ഉദ്ധവൻ വിദ്യാഭ്യാസം ചെയ്യുന്നത്. നീരാഷ്ട്രത്തിൽ അപാരമായ പാണ്ഡിത്യം നേടിയിട്ടുണ്ട്. അത് മാഘം എന്നുള്ള കാവ്യം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകും. അദ്ദേഹത്തിന്റെ രീതി നൈപുണ്യം നല്ല നീതിജ്ഞനാണ്. ഇങ്ങനെ പലതരത്തിലും യോഗ്യം സമ്പാദിച്ച ആളാണ്. വൃന്ദാവനത്തിൽ വന്ന് ഗോപികമാരുടെ ഭക്തിയുണ്ട്. അവരെ നമസ്കരിച്ചത്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഗോപികമാരെ നമസ്കരിക്കാനുള്ള യോഗ്യതയില്ല, ഗോപികമാരുടെ പാദത്തെ നമസ്കരിക്കാനും യോഗ്യതയില്ല, ഗോപികമാരുടെ പാദരേഖകളെയും നമസ്കരിക്കാൻ യോഗ്യതയില്ല. ആ ഗോപിമാരുടെ പാദരേഖകളിൽ ഒരു ഇണയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഉദ്ധവൻ പറയുന്നത്. ഈ ഗോപികമാർ ആരാണ്? പ്രത്യേകമാണ്. വേദത്തിലെ ഒരക്ഷരം പോലും അവർ കഴിഞ്ഞുകൂടും. നോപാലിക മഹത്വമാണ്. മഹത്വന്മാരായിട്ടുള്ള മഹാഭക്തന്മാരായിട്ടുള്ള ആളുകളെ അവരെ ഉപാസിച്ചിട്ടില്ല. അവരെ അനുസരിച്ചിട്ടില്ല. അവർക്ക് അക്ഷരാഭ്യാസം പോലും കട്ടിയാണ്. തവത്തില്ല. ഇതൊന്നുമില്ലാത്തവര് ഗോപികമാരാണ്. ആയിരക്കണക്കിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മന്ദാരത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന അലീരെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഭക്തിയുടെ പരമായിട്ടുള്ളത് പഠിപ്പൊന്നുമല്ല പ്രധാനം. ഭക്തിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആ ഭക്തി ഉണ്ടാകാൻ ഒരു വലിയ മാർഗമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഭക്തി ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഭക്തി ഉണ്ടാവണം. അതിന് എല്ലാ വാർത്തകളും എന്നെ വഴിപോലെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.